നാളെ 4ാം T20 വിശാഖപട്ടണത്ത് നടക്കാൻ പോവുകയാണ്. നമ്മുടെ സഞ്ജു സാംസൺ അദ്ദേഹം കഴിഞ്ഞ 3 കളിയിലും തീരെ പരാജയമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ടെൻഷനാണ്, സ്ട്രെസ് അദ്ദേഹത്തിന് വളരെയധികം പിടികൂടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിനെ സെലക്ടർമാർ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഔട്ടായാലും അതായത് കളിക്ക് കയറി വരുമ്പോഴും ഒക്കെ തലകുനിച്ച് ഒരു 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 സ്ട്രെസ്സായിട്ടാണ് കയറി വരുന്നത്. ഔട്ടായ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഔട്ടായിട്ട് അല്ലെങ്കിൽ ടീം മേറ്റ്സിൻ്റെ കൂടെ, വടക്കേ ഇന്ത്യയിലെ പ്ലേയേഴ്സിൻ്റെ കൂടെ ഒരിക്കലും അദ്ദേഹം ഇരുന്ന് കണ്ടിട്ടില്ല. പലപ്പോഴും മൈതാനത്തിൻ്റെ മൂലയ്ക്ക് പോയിട്ട് സൈഡിലായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു കേരള അംഗം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കളിയിൽ കാണുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീപ് ബ്രീത്ത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ ബോൾ ചെയ്യുമ്പോൾ, ആ ഒരു ഫാസ്റ്റ് ബോളറൊക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിലുള്ള ആ ഒരു ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ് ആ ബാറ്ററെ അത് 4ഓ ബൗണ്ടറിയോ അല്ലെങ്കിൽ 6ഓ സിംഗിളോ ഒക്കെ ആക്കുന്നത്, അല്ലെങ്കിൽ ഔട്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കോൺഷ്യസ് ആയിട്ട് നല്ല എഫോർട്ട് എടുത്ത് അദ്ദേഹം ഒരു പോസിറ്റീവായിട്ട് നാളെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയട്ടെ. അതിനുവേണ്ടി അദ്ദേഹം ഡീപ് ബ്രീത്ത് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നാളെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു 50 പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.